കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഒന്നാണ് PM കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതിയുടെ അടുത്ത ഗഡു ഈ മാസം ഉപഭോക്താക്കൾക്ക് നൽകുന്നതാണ്. ഓരോ 4 മാസത്തിലും 2000 രൂപയുടെ 3 തുല്യ ഗഡുക്കളായാണ് വിതരണം ചെയ്യുന്നത്. രാജ്യത്തുള്ള കർഷകരെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ പദ്ധതിയുടെ 19 ഗഡുക്കൾ വിതരണം ചെയ്തു കഴിഞ്ഞു. 19ാമത്തെ ഗഡു ഫെബ്രുവരി 24-നായിരുന്നു വിതരണം ചെയ്തത്. ഈ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം എത്തുന്നത്. 20ാമത്തെ ഗഡു 2025 ജൂൺ ആദ്യത്തെയോ രണ്ടാമത്തെയോ ആഴ്ചയിൽ വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായ ദിവസത്തെ സംബന്ധിച്ച് സർക്കാരിൽ നിന്നും ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ പൗരനായിട്ടുള്ള കർഷകർക്കാണ് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. കൃഷിയോഗ്യമായ ഭൂമി സ്വന്തമായിട്ട് വേണം. ചെറുകിട നാമമാത്ര കർഷകർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കാൻ അനുവാദമുള്ളൂ. ആദായ നികുതി അടയ്ക്കുകയോ പ്രതിമാസം 10,000 രൂപയിൽ കൂടുതൽ പെൻഷൻ ലഭിക്കുകയോ ചെയ്യുന്നവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. കർഷകർക്ക് 6,000 രൂപയുടെ ധനസഹായം ഈ പദ്ധതി ഉറപ്പു നൽകുന്നുണ്ട്. ഇത് ഓരോ 4 മാസത്തിലും 2,000 രൂപയുടെ 3 തുല്യ ഗഡുക്കളായാണ് വിതരണം ചെയ്യുന്നത്. ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് KYC പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട്. കൂടാതെ ബാങ്ക് അക്കൗണ്ടുകളുമായി ആധാർ ബന്ധിപ്പിക്കുകയും ചെയ്യണം. ഭൂരേഖകൾ പരിശോധിക്കുകയും ചെയ്യണം. ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നിക്ഷേപിക്കുന്നതിൽ കാലതാമസം വരികയോ ലഭിക്കാതിരിക്കുകയോ വന്നേക്കാം. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കർഷക രജിസ്ട്രി. കർഷകരുടെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കർഷകർക്ക് ആധാറിന് സമാനമായൊരു ഡിജിറ്റൽ ഐഡന്റിറ്റി ലഭിക്കുന്നതാണ്. കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സേവനങ്ങളും കാര്യക്ഷമമായി എത്തുവാൻ ഇതിലൂടെ സാധിക്കുന്നതുമാണ്. സ്വന്തം പേരിൽ കൃഷിഭൂമി ഉള്ളവർക്ക് കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ആധാർ അധിഷ്ഠിത യൂണിഫൈഡ് ഫാർമർ സർവീസ് ഇന്റർഫേസ് സംവിധാനത്തിൽ ദേശീയ അംഗീകാരമുള്ള യൂണിക് ID കാർഡ് ലഭിക്കുന്നതുമാണ്. PM കിസാൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരും ഇത് ചെയ്യേണ്ടതാണ്. PM കിസാൻ ആനുകൂല്യം ലഭിക്കാത്ത കൃഷിഭൂമി ഉള്ളവരും കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ 31 വരെയാണ്. കൃഷിഭവനിൽ നേരിട്ട് ചെന്നാണ് ഇത് പൂർത്തീകരിക്കേണ്ടത്. ആധാർ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കരമടച്ച സർട്ടിഫിക്കറ്റുമാണ് ഇത് ചെയ്യാനുള്ള രേഖകൾ. PM കിസാന്റെ 20ാമത്തെ ഗഡു ലഭിക്കുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അടുത്ത ഗഡു ലഭിക്കുമ്പോഴാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധ്യത. അതിനാൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ശരിയായ രീതിയിൽ ചെയ്യുക.